അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുമായി ബന്ധപ്പെട്ടവർ അൻവാർ ഫസിന്റെ കുടുംബം, കമന്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന നമ്മുടെ എല്ലാ മുഹബ്ബീങ്ങൾക്കും ഇരുലോക ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി സന്തോഷം തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ എല്ലാം ലൈഫിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾട്ട്, ഉപ്പ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മറ്റുള്ളവരോട്, പലപ്പോഴും നമ്മുടെ ഭാര്യയോട് പോലും സ്നേഹത്തിൻ്റെ, തമാശക്കാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും ഇടയ്ക്കിടെ പറയാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകും. ഒരു പഴഞ്ചൊല്ല് പോലെ, നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് കുടിക്കാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉപ്പ്, സോൾട്ടിന് നമുക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഭൂരിഭാഗം ആളുകളും, ഈ ഉമ്മത്തെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സമുദായം എന്ന് മാത്രം പറയാൻ പറ്റില്ല, മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ആരോഗ്യപരമായി ഹെൽത്തിയായിട്ട് തകർന്നു പോകുന്നതിൻ്റെ, പലപ്പോഴും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിത്യരോഗികളാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഉപ്പാണ്, സോൾട്ടാണ് എന്ന് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ഉപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അല്ലാഹുവിൻ്റെ വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ്. ആ നിഅമത്ത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് രോഗമില്ലാതെ ജീവിക്കണമെങ്കിൽ ഉപ്പിനെ ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് ഹദീസിൽ കാണാം. അത് ഉപയോഗപ്പെടുത്തേണ്ട ശൈലിയിലാകണം. നമ്മളിപ്പോൾ അങ്ങനെയല്ല. ആ ഒരു ശൈലി ഹദീസിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശത്തിൽ വഹയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. ആ രീതിയിലായാലോ ഇതിനേക്കാൾ ബെനിഫിറ്റും ലാഭമുള്ള വേറൊരു സംഗതിയില്ല. കാണുമ്പോൾ ഉപ്പാണ്, നിസ്സാരമാണ്, പക്ഷേ അതിൻ്റെ മൂല്യം വളരെ വലുതാണ്. ഏത് സംഗതിയിലേക്കും ചേർത്ത് നോക്കിക്കോളൂ, ഉപ്പില്ലാതെ വന്നാൽ നല്ല മട്ടൻ കറിയാണ്, അല്ലെങ്കിൽ മട്ടൻ ബിരിയാണിയാണ്, അതിലും എല്ലാം ചേർന്നിട്ടുണ്ട്, മനോഹരമാണ്, ടേസ്റ്റിനുള്ള എല്ലാം അതിനകത്ത് ചേർത്തിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ സെറ്റപ്പും ചെയ്തു, ഉപ്പ് മാത്രമേ ഒഴിവാക്കിയുള്ളൂ. ഒരു ഉരുള നമ്മൾ വായിൽ വെക്കില്ല, ഇനി ഉപ്പില്ലാന്ന് അപ്പം തന്നെ പറയും. കാരണം അതിൻ്റെ രുചിയുടെ ഭാഗമാണ്, ഏതൊരു ഫുഡിൻ്റെയും ടേസ്റ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ടേസ്റ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും ചേരാത്തതിലേക്കും ഉപ്പിനെ ചേർക്കുന്നുണ്ട്. മധുരമുള്ളതിലേക്ക് ഉപ്പ് ചേരുന്നുണ്ട്, എരിവുള്ളതിലേക്ക് ഉപ്പ് ചേരുന്നുണ്ട്, പലതിലേക്കും ചേരുന്നുണ്ട്, പലതിലേക്കും ചേരാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ഹ്രസ്വമായൊരു ഒരു പഠനം, ഒരു അന്വേഷണം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉപ്പിനെ കുറിച്ചുള്ള ഹദീസ് കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. മൻ അക്കലൽ മിൽഹ ഖബ്ല കുല്ലി ഷൈഇൻ വ ബഅദ കുല്ലി ഷൈഇൻ ദഫഅല്ലാഹു അൻഹു 330 നൗഅൻ മിനൽ ബലാഇ അഹ്വനുഹാ അൽ ജുദാം. ഹദീസിൽ പറയുന്നത് എന്താണെന്നറിയോ? ദൈലമി തങ്ങൾ അവിടുത്തെ ഫിർദൗസിൽ ഈ ഒരു ചർച്ചയിൽ ഹദീസിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം. എന്താ ഹദീസ്? മൻ അക്കലൽ മിൽഹ, ഒരാൾ ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്തു, അല്ലെങ്കിൽ ഉപ്പ് ഒരാൾ കഴിച്ചു. മൻ അക്കലൽ മിൽഹ, ഒരാൾ ഉപ്പ് കഴിച്ചു ഒരാൾ എപ്പോഴാണ്? ഖബല കുല്ലി ഷൈഇൻ, എല്ലാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും മുമ്പ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഉപ്പ് കൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. അത് ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ, ലഞ്ച് ആകട്ടെ, ഡിന്നർ ആകട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉപ്പിലൊന്ന് തൊട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ്, ഇപ്പോൾ വാരി തിന്നാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നാവിലേക്കൊന്ന് അറിയിച്ചു കൊടുത്തു, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ആ ഉപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഖബല കുല്ലി ഷൈഇൻ വ ബഅദ കുല്ലി ഷൈഇൻ, എല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റാഹത്തായി, എല്ലാം ഫില്ലായി, എന്നിട്ട് ഉപ്പ് കൊണ്ട് ഭക്ഷണത്തെ അവസാനിപ്പിച്ചു. വ ബഅദ കുല്ലി ഷൈഇൻ, എന്നാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ദഫഅല്ലാഹു അൻഹു, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ ആ ഒരു ശൈലി പ്രവർത്തിച്ചത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും. ഒരിക്കലും അവർക്ക് പ്രശ്നം ഉണ്ടാകില്ല, അല്ലാഹു തടയും. എന്താ തടയുന്നത്? 330 നൗഅൻ മിനൽ ബലാഅുകൾ, പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് രോഗങ്ങൾ, 330 രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കാവൽ കൊടുക്കും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് അവിടുന്ന് പറയുന്ന അഹ്വനുഹ അൽ ജുദാം എന്നാണ്. അതിൽ ഏറ്റവും ലോ, അതായത് ഏറ്റവും ചെറിയ 330 രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയൊരു പനിയും തലവേദനയോ ചെറിയൊരു നീർക്കെട്ട് പോലെ, അങ്ങനെയല്ല. പെടാരോഗങ്ങളാണ്. ഈ 330 ഏറ്റവും ചെറിയ രോഗം അൽ ജുദാം, പിന്നെ കുഷ്ഠരോഗമാണ്. ശരീരത്തിൽ നിന്ന് നമ്മുടെ മാംസങ്ങൾ അഴിഞ്ഞു പോകുന്ന, അത് ചീഞ്ഞു പോകുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ ഡേഞ്ചറാണ് ആ ഒരു അവസ്ഥ. ആ ഒരു രോഗമാണ് ഏറ്റവും ചെറുത്, അതിനേക്കാൾ ബെഡാ. അപ്പോൾ 330ഓളം രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ബലാമുസീബത്തുകൾക്ക് ഇത് കാവലാണ്, ദഫ്അ ചെയ്യും എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു സ്വഹാബിമാരിൽ അത്യാവശ്യം ആരോഗ്യമുള്ള സ്വഹാബിയാണ് അലിയാർദങ്ങൾ. ആ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആരോഗ്യത്തിൻ്റെ ടിപ്സുകളിൽ എന്ത് കാണാം? ഈ ഒരു ശൈലി കാണാം. യാലി ഇബ്ദ തുആമക ബിൽ മിൽഹി വഖ്തിം ബിഹി. ഹദീസിൻ്റെ റിവായത്തുകൾ പലതും പറയുന്നു. അവാരിഫുൽ മആരിഫിലൊക്കെ ഹദീസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? അലി റളിയല്ലാഹു തആല വിളിച്ചുകൊണ്ട് പറയാം, അലി ഇബ്ദ തുആമക, ഭക്ഷണം തുടങ്ങേണ്ട സ്റ്റാർട്ടിങ് പോയിന്റിൽ ഉപ്പിനെ ഒന്ന് ടേസ്റ്റ് അറിയിച്ചിട്ട് വേണം തുടങ്ങാൻ. വഖ്തിം ബിഹി, അവസാനിക്കുമ്പോൾ, അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ് ഉപ്പ് കൊണ്ടാകണം. പിന്നെ ടേസ്റ്റ് ഒന്ന് നാവിലേക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു ഫഇന്നൽ മിൽഹ ശിഫാഉൻ, തീർച്ചയായും ഉപ്പ് രോഗശമനമാണ്, ഷിഫ ആണ്, അത് മരുന്നാണ്, രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്, വലിയൊരു മരുന്നാണ് ഉപ്പ്. ടേസ്റ്റ് മാത്രമല്ല, അതൊരു മരുന്ന് കൂടെയാണ്. മിൻ 70 ദാ, 70 രോഗങ്ങൾക്കത് മതിയാകും. 70 രോഗം മാറാൻ ഈ ഒരു സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആദാബുകൾ, മര്യാദകൾ പറയുമ്പോൾ കിതാബിലൊക്കെ കാണാം, നമുക്ക് ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ കാണാം. ബിസ്മി ചൊല്ലലും കൈ കഴുകലും മാത്രമല്ല, ഭക്ഷണം തുടങ്ങേണ്ടത് ഉപ്പ് കൊണ്ടാണ്, അവസാനിപ്പിക്കേണ്ടത് ഉപ്പ് കൊണ്ടാണ്. അത് സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗങ്ങളില്ലാത്തത് കൊണ്ട് മദീനയിൽ നിന്നും 1-2 മാസം കഴിഞ്ഞ് പണിയില്ലാത്ത ഡോക്ടർമാർ ചുമ്മാ രാജിവെച്ചു പോയി. കാരണം രോഗികളെ കാണുന്നില്ല. അവരുടെ ഫുഡ് മെത്തേഡാണത്. അത് വഹയിൻ്റെ പവർ അല്ല ഈ രോഗങ്ങൾ വരാതെ നബിയും സ്വഹാബത്തും ജീവിക്കുന്നത്. വഹയിൻ്റെ പവർ തന്നെ, വഹയിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഫുഡ് മെത്തേഡാണ്, അത് കൃത്യമാണ്, അതിൻ്റെ അളവ് കൃത്യമാണ്, ശൈലി കൃത്യമാണ്, അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമായി കയറി വരുന്നത് ഈ ഉപ്പിൻ്റെ ഈ ഒരു സുന്നത്തായ രീതിയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ തീന്മേശയിൽ ഇതേവരെ ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ഉടൻ സഡൻ നമ്മുടെ തീന്മേശയിലേക്ക് ഉപ്പ് കയറി വരണം. എന്നിട്ടോ കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡിൽ ഉപ്പ് കലർന്നിട്ടുണ്ട്, ആയിക്കോട്ടെ, അതിൻ്റെ അളവിൽ വേണമല്ലോ. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ഉപ്പ് കൊണ്ട് തുടങ്ങാതിരിക്കരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബത്തോട് പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാകണം. ഒരു അതിഥിയെ വീട്ടിലേക്ക് വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവർക്കൊക്കെ സൗകര്യം പലർക്കും ചോദിക്കാൻ മടിയുണ്ടാവും. ഇച്ചിരി ഉപ്പും കെടുത്തതിനൊക്കെ പറയുമ്പോൾ മടിയുണ്ടാവും, പുറത്തുനിന്നവർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മുടെ ടേബിളിൽ അത് ഉണ്ടാകണം. സാധാരണ നമ്മൾ ഉപ്പില്ലെങ്കിൽ ചേർക്കാൻ വേണ്ടി നല്ല ടിന്നിലും ഡപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ഏത് ഉപ്പാണ് ആക്കി വെക്കേണ്ടത്, ഏത് ഉപ്പാണ് കഴിക്കേണ്ടത്? ഉപ്പുകൾ പലതും കാണാൻ പറ്റും. പല ഉപ്പുകളും നിരന്തരം നിത്യരോഗിയാക്കി മനുഷ്യനെ മാറ്റുന്നതിൽ വലിയ പങ്കാണ്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഡിസോർഡർ, അതിലെല്ലാം ഉപ്പിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഏത് ഉപ്പാണ് കഴിക്കേണ്ടത്? ഏറ്റവും നല്ല ഉപ്പ് ഏതാണ്? നല്ല ഉപ്പെന്ന് പറഞ്ഞാൽ പരമാവധി നമുക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഉപ്പ് ഏതാണ്? പാടേ ഒഴിവാക്കി കളയേണ്ടത് ഏതാണ്? രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രഗത്ഭരായ വൈദ്യന്മാരുടെയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ചില ചർച്ചകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആവശ്യവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടച്ചിങ് നമുക്ക് നല്ലതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും നമ്മൾ ഏത് ഉപ്പ് കഴിക്കണം എന്ന് നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് പറയാൻ പോവാണ്. അതുകൊണ്ട് ഏതാണ് നമുക്ക് കൂടുതൽ നല്ലത്, പ്രശ്നമുള്ളത് ഏതാണെന്ന് പറയാൻ പോവാണ്. ഏത് ഉപ്പ് നമ്മൾ കഴിക്കുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അളവാണ്. ഒരു ദിവസത്തിൽ എത്ര കഴിക്കാം? 4 ഗ്രാം ഉപ്പ് കഴിക്കാം, അല്ലെ 5 ഗ്രാം കഴിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ചെറിയൊരു സ്പൂണിൽ വരുന്ന, ഒരു ടീസ്പൂണിൽ വരുന്ന ഒരു ഉപ്പാണ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 5 ഗ്രാമിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 4 ഗ്രാമിൻ്റെ മുകളിലേക്ക് ഉപ്പിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഉപ്പില്ലെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷേ അളവ് കൂടിയാലോ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അത്രയേറെ പ്രയാസകരമാണ്. അമൃത് പോലെയാണ്, അമൃതാണ്.
വിഷാംശങ്ങളെ നീക്കും, 330 രോഗങ്ങളെ ഉന്മൂലനം ചെയ്യും, 70 രോഗങ്ങളിൽ നിന്ന് സലാമത്ത് കിട്ടും. ആ 70 രോഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണുന്നുണ്ട്, കുഷ്ഠരോഗത്തെക്കുറിച്ച് പറഞ്ഞു, ക്യാൻസറിനെ വെല്ലും. ആ രോഗത്തിൽ നിന്ന് വലിയ കാവലുണ്ടാകും ഈ ഒരു സിസ്റ്റം തുടക്കത്തിൽ ഉപ്പ് ഉപയോഗിച്ചാൽ. എന്നിട്ട് പറയുന്ന അൽ ബറസു, വെള്ളപ്പാണ്ട് രോഗം, നമ്മുടെ ശരീരത്തിൻ്റെ തൊലികളിൽ വെള്ളപ്പാണ്ടിൻ്റെ കലകൾ പ്രത്യക്ഷപ്പെടുക, അതിൽ നിന്ന് സലാമത്തുണ്ടാകും ഈ ഒരു സുന്നത്തിലൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വജഉൽ ഹൽഖ്, തൊണ്ടയുടെ വേദന, തൊണ്ടവേദന, അതിൽ നിന്ന് വലിയ സലാമത്തുണ്ടാകും, അല്ലെങ്കിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റും ഈ ഒരു ശൈലി കൊണ്ടുവന്നാൽ. അതുമാത്രമല്ല, അതിൻ്റെ ചേർത്തി പറയുന്നുണ്ട് വൽ അൽറാസി വൽ ബത്വനി, പല്ലുവേദന അല്ലെങ്കിൽ വയറുവേദന, ഇതിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടും ഈ തുടക്കം ഒടുക്കം ഭക്ഷണത്തിൻ്റെ ആ ഒരു സുന്നത്ത് നമ്മൾ പാലിച്ചാൽ എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ ഇതായിരുന്നാലും അമൃതിൻ്റെ സ്ഥാനമാണ്. പക്ഷേ അധികമായാലോ അമൃത് വിഷമായിട്ട് മാറും എന്ന് പറയും പോലെ തന്നെ ഉപ്പ് വിഷമായിട്ട് മാറും. ഓൾറെഡി വിഷമായി മാറുന്നാൽ മാറ്റിയിട്ടുള്ള ഉപ്പുകളുണ്ട്, അത് ചെറിയ അളവിലാണെങ്കിലും പ്രശ്നമാണ്. അത് നിരന്തരമാകുമ്പോൾ പെട്ടെന്നൊന്നും ഒരു പ്രശ്നം കാണിക്കില്ല. നമ്മുടെ ശരീരത്തിന് അത്രയേറെ പവർ, അത്രയേറെ ഫിറ്റ്നസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. അത് കമ്പനിയല്ലേ, കമ്പനി പ്രൊഡക്റ്റാണ്, അള്ളാഹുവിൻ്റെ കമ്പനിയാണ്. പെട്ടെന്ന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിരന്തരമാകുമ്പോൾ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു മൂഡിലേക്ക് വരും, രോഗത്തിലേക്ക് വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരാണല്ലോ ഉപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഉപ്പുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല സഹോദരന്മാർക്ക്. ഉപ്പ് കുറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നല്ലാതെ, ഒരിച്ചിരി ഉപ്പ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഉപ്പ് കൂടി ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. കാരണം മനുഷ്യ സാഹചര്യത്തിൽ എല്ലാ ദിവസവും ഉപ്പ് കൂടുതലാണ്. അപ്പോൾ പിന്നെ അത് പ്രശ്നമാവുന്നത്. അല്ലാതെ ഏറ്റവും വ്യത്യാസങ്ങളെല്ലാം നമ്മൾ സൗമ്യമായിട്ട് പറഞ്ഞിട്ട് കുടുംബത്തിൽ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല, ഉള്ള പ്രശ്നങ്ങളില്ലായ്മ ചെയ്യണം. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, സഹോദരിമാരാണ് അതിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതും യൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒരു കാരണവശാലും അളവ് കൂടാം. അപ്പം 4 ഗ്രാം അല്ലെങ്കിൽ കൂടിയാൽ 5 ഗ്രാം എന്നൊക്കെ ഡോക്ടർമാർ കണക്ക് പറയുമ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിച്ചു, അടുത്ത നേരം ഫുഡ് കഴിച്ചു, പിന്നെ അടുത്ത നേരം കഴിച്ചു, ഇതിനകത്തൊക്കെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ അളവ് വിട്ടിട്ട് ശരീരത്തിലേക്ക് കയറാൻ പാടില്ല. ഞാൻ ആ കഴിച്ച ഭക്ഷണത്തിന് നോർമൽ ഉപ്പല്ലേ ഉള്ളൂ, കുഴപ്പമുണ്ടായില്ലല്ലോ, അടുത്ത തവണ കഴിച്ചപ്പോഴും ഉപ്പ് കൂടിയിട്ടില്ല. പക്ഷേ ഈ പല ഭക്ഷണങ്ങൾ ചേർത്തി നോക്കുമ്പോൾ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടും. അപ്പോൾ ഫുഡ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയൊരു മൂല്യമുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കഴിക്കുന്ന വറപൊരികളും സ്നാക്സുകളും തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഭയങ്കര പ്രശ്നമാകുന്ന തരത്തിൽ തന്നെ ഉപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ പപ്പടം കഴിക്കുന്നവരാണ്, അതേപോലെ അച്ചാർ ഉപയോഗിക്കുന്നവരാണ്. അതൊക്കെ ജീവിതത്തിൽ വലിയ ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇഷ്ടപ്പെട്ടോളൂ. പക്ഷേ അതിനകത്ത് ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലായി കയറി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അംശങ്ങൾ കൂടുകയാണ്. കറിയിൽ, ചോറിൽ ഓൾറെഡി ഉപ്പിൻ്റെ അംശങ്ങൾ ചേർന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ പപ്പടം, ശക്തമായ ഉപ്പിൻ്റെ വലിയൊരു കണ്ടൻറ്റ് അത് ശരീരത്തിലേക്ക് കയറും. അച്ചാർ കേടുവരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഉപ്പ് ഒരു ഇച്ചിരി പൊടിക്കല്ല ചേർക്കുക, നന്നായിട്ട് ചേർക്കുന്നുണ്ട്. ഇത് ശരീരത്തിലേക്ക് കയറി വന്നിട്ട് നമ്മൾ നിത്യരോഗിയാവും. അതുകൊണ്ട് രോഗങ്ങളില്ലാത്തൊരു ജീവിതം ഈ വിനീതൻ തിരഞ്ഞൊരു 10 കൊല്ലം മുമ്പ്, 10 കൊല്ലത്തിൻ്റെ മുകളിലായി രോഗങ്ങളില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്ന് നിർബന്ധമായി മാറ്റിയ ചില സംഗതികളുണ്ട്. അത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിൽ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പപ്പടം അല്ലെങ്കിൽ അച്ചാർ. ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി, കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. അൽഹംദുലില്ലാ, വലിയ സന്തോഷവും സമാധാനമാണ്. കാരണം അതിലൂടെയൊക്കെ ഉപ്പിൻ്റെ, അതൊന്നും വിഷമാണ് എന്നല്ല പറയുന്നത്, പക്ഷെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുകയാണ്, പിന്നെ മറ്റുള്ള ഭക്ഷണത്തിൽ നിന്നും ചേരുകയാണ്. അതുകൊണ്ട് മാക്സിമം അതെല്ലാം ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ നഫ്സിനോടും എൻ്റെ കുടുംബത്തിനോടും പറയും പോലെയാണ് അൻവാർ ഹഫീദിൻ്റെ കുടുംബത്തിനോട് പറയുന്നത്. നിങ്ങളൊന്നും വിചാരിക്കണ്ട, വിഷയം ഗൗരവമാണ്, വിഷയം വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവിധ സലാമത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഉപ്പിൻ്റെ അളവ് കൂടുന്നത് പലപ്പോഴും കഞ്ഞിയിലും കൂട്ടാത്തിനും അല്ല. അത് നോക്കുമ്പോൾ കൃത്യമായ ഉപ്പാണ്. പിന്നെ എവിടെയാണ് കൂടുതൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകുന്ന, നമ്മുടെ മക്കൾ നിത്യരോഗിയാകാൻ പോകുന്ന, താമസിയാതെ, ഇപ്പോഴല്ലെങ്കിൽ താമസിയാതെ ആകാൻ പോകുന്ന ഏറ്റവും ഗൗരവം എവിടെ വരുന്നത്? ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് ബേക്കറി ഐറ്റംസിലൂടെ പലതിലൂടെയും അവിടെ നമ്മൾ വിചാരിക്കും ഇത് മധുരാണല്ലോ, ഇതിന് പൊളിയാനുള്ള ടേസ്റ്റ്, ഇതിനകത്തൊക്കെ ഉപ്പിൻ്റെ സാൾട്ടിൻ്റെ അംശങ്ങൾ ചേരുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അത് പലവട്ടമാകുമ്പോൾ
പല ദിവസങ്ങളാകുമ്പോൾ നിത്യരോഗമാകുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രോസസ് ഫുഡ് അതൊക്കെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപ്പിൻ്റെ അംശങ്ങൾ കയറി വരാൻ കാരണമാകും. രോഗമായി കയ്യിൽ നിന്ന് പോയിട്ട് പ്രിയപ്പെട്ടവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ആ രോഗത്തിൻ്റെയും വേദനയുടെയും പ്രയാസങ്ങൾ നമ്മൾ കഷ്ടപ്പെടാം, വീട്ടുകാർ കഷ്ടപ്പെടാം. ആ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും, നമ്മളിങ്ങനെ കിടന്ന് ആലോചിക്കും, പഠിച്ചവനെ കുറച്ച് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു, ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ചുമ്മാ സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു വൈകുന്നേരത്തെ കടിയായിട്ട് ഇങ്ങനെ വറപൊരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്തൊക്കെ ഒരുപാട് ഉപ്പിൻ്റെ അംശങ്ങൾ ശരീരത്തേക്ക് കയറുന്നുണ്ട്, നമ്മളറിയുന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഇത്ര നാൾ എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ കുറേ നാളായല്ലോ. ഇതൊക്കെ സാധാരണ സ്വയം സമാധാനിക്കാനുള്ള ചില വാക്കുകളാണ്, പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ ഈ ക്ലാസ്സോടുകൂടെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആവശ്യമാണ്. തീർച്ചയായിട്ടും ചേഞ്ച് ആവശ്യമാണ്. ഉപ്പിൻ്റെ അളവ് കൂടിയിട്ട് നമ്മൾ അറിയാതെ തന്നെ കൂടുകയാണ്. അങ്ങനെ കൂടിയിട്ട് രോഗങ്ങൾ വന്ന് മരണമടയുന്നവരുടെ എണ്ണം വളരെ ആധിക്യമാണ്. പഠനങ്ങൾ പറയുന്നുണ്ട് 1 ദശലക്ഷം ആളുകളാണ് ആഗോളതലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടിയിട്ട് പല രോഗത്തിലേക്കും ചാടി. അത് ഹാർട്ട് സംബന്ധമായ രോഗമാകാം, ലിവർ സംബന്ധമായ രോഗമാകാം, പലതും ആകാം. അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ കിഡ്നി തകരാറിലായി പോയതിൻ്റെ പേരിലൊക്കെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മരണത്തിന് തലകൊച്ചു കൊടുക്കേണ്ടി വരുന്ന 1 ദശലക്ഷത്തോളം ആളുകളുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ബോധം നമുക്ക് നിർബന്ധമാണ്. ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്. BP-യുടെ പ്രയാസങ്ങൾ കൊണ്ട് ഒട്ടനവധി ആളുകൾ, ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടാകും BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറുള്ള ആളുകൾ ഉണ്ടാകും. അതൊക്കെ ഈ ഉപ്പിൻ്റെ അളവ് ക്രമാതീതമായി കൂടുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ്. അതേപോലെ കിഡ്നി ഫെയിലാകുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇതിൻ്റെ ക്രമാതീതമായ അളവും അതിൻ്റെ കണ്ടന്റും ശരീരത്തിലേക്ക് കൂടിക്കൂടി വരുമ്പോഴാണ്. പലതവണയായി പല ഭക്ഷണത്തിൽ നിന്നായി നമ്മൾ അറിയാതെ പോലും കയറി വരും. അത് കിഡ്നി തകരാറിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. ഹൃദ്രോഗിയാകാൻ അത് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ മൂത്രത്തിൽ സ്റ്റോൺ, കല്ലുകൾ വന്ന് പ്രയാസത്തിൻ്റെ കിഡ്നി സ്റ്റോണുകളുടെ പ്രയാസങ്ങൾ പലപ്പോഴും ഇതിൻ്റെ ഈ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് പലപ്പോഴും നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ തലവേദനയുടെ പ്രയാസം, കാൽസ്യം ശരീരത്തിൽ നിന്ന് റിമൂവ് ആയി പോവുക, നീങ്ങിപ്പോവുക. കാൽസ്യം ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെയൊക്കെ കാൽസ്യം പോവുക ശരീരത്തിൽ. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോൾ നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നൊക്കെ കാൽസ്യം ശരീരം വലിച്ചെടുക്കും. കാരണം കാൽസ്യം ആവശ്യമാണ്, ഉള്ള കാൽസ്യം പോവുകയാണ്. ഈ ഉപ്പിൻ്റെ സോൾട്ടിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പലതവണയാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ തീർച്ചയായും അതിൽ ഡെഫിഷ്യൻസി വരുമ്പോൾ എല്ലിൽ നിന്നൊക്കെ കാൽസ്യം വലിക്കും. അപ്പോൾ എല്ലുകളുടെ ആരോഗ്യം, പല്ലുകളുടെ ആരോഗ്യമൊക്കെ തകർന്നു പോകും. വലിയ പ്രശ്നത്തിലേക്ക് അത് നയിക്കും എന്നുകൂടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ക്യാൻസറിൻ്റെ സാധ്യതകൾ കയറി വരുന്നുണ്ട്. ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രോക്ക് വരാൻ കാരണമാകും. 8ാമത്തെ കാരണമായി നമുക്ക് പറയാൻ പറ്റും. സ്ട്രോക്കിൻ്റെ വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ കാരണമാകും. അങ്ങനെ എണ്ണി നോക്കിയാൽ ഇതിൻ്റെ ഈ ഉപ്പിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ഭീമമായി ചെറിയ പനിയും തലവേദനയിൽ നിൽക്കൂലത്. വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ ആന്തരികാവയങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ കിഡ്നിയുടെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംവിധാനങ്ങളുടെ തകർച്ച, ഡിസോർഡർ ഉണ്ടാകാൻ ഇത് കാരണമാകും. സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ചില്ലറ കളിയല്ല. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തനം വേറൊരു ഭാഗത്ത്, ദുആ വേറൊരു ഭാഗത്ത്. അങ്ങനെ പറ്റൂല. അള്ളാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് തരണം, ആരോഗ്യം തരണം, ഞങ്ങൾക്ക് രോഗത്തിൽ നിന്ന് സലാമത്ത് നൽകണം, രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ, ഞങ്ങൾക്ക് ശിഫയാക്കണം എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം എന്ത് വേണം? അതിൻ്റെ പ്രാക്ടിക്കൽ, തിയറി മാത്രം പോരാ, പ്രാക്ടിക്കലിലേക്ക് ഇറങ്ങണം. വരാതിരിക്കാനും എങ്ങനെയാണ്, എവിടെയാണോ പ്രശ്നമുള്ളത് അത് പരിഹരിക്കാനും നമ്മൾ പ്രത്യേകിച്ച് കാരണമാകണം. നമ്മൾ ചില സംഗതികളൊക്കെ ഉപ്പിലിട്ട് വെക്കുമല്ലോ, കൂടുതൽ അതിൻ്റെ ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി. ഏത് സാധനമാണെങ്കിലും അതിലേക്ക് ഉപ്പിൻ്റെ അംശങ്ങൾ ഒരുപാട് കൂടുതൽ കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കും. ഇത് പലതവണയാകുമ്പോൾ കൂടുതൽ കണ്ടന്റ് ശരീരത്തിലേക്ക് കയറും. അതുകൊണ്ട് ഉപ്പിലിട്ടതൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അളവൊരിക്കലും വിടാൻ പാടില്ല. നമ്മൾ അത് മാത്രമല്ല കഴിക്കുന്നത്, നമ്മൾ പലതും കഴിക്കുകയാണ്. അതിലെല്ലാം ഉപ്പിൻ്റെ അംശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് അളവിന് കിട്ടിയാൽ, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ മുമ്പ്, ഭക്ഷണത്തിൻ്റെ ശേഷം
ഈ ഒരു സുന്നത്ത് നമ്മൾ കൊണ്ടുവന്നാൽ ഉപ്പ് അമൃതാണ്. അല്ലാതെ അളവ് വിട്ടാലോ ഉപ്പ് വലിയ പ്രശ്നത്തിലേക്ക് പോകും, വലിയ രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഇവിടെ ഇനി ഏത് ഉപ്പാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളുടെ നാടൻ പഴയ കാലം മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പുണ്ടല്ലോ, സാധാരണ കല്ലുപ്പ്, അതാണ് പിന്നെ കടലുപ്പ് എന്ന് പറയും. ആ കല്ലുപ്പ് പഴയ കാലം മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന അതാണ് ഏറ്റവും നല്ല ഉപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കടലുപ്പ്, സാധാരണ കല്ലുപ്പ്, അത് ഏറ്റവും നല്ലതാണ്. അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുക. അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. കല്ലുപ്പ് അതാണ് ഏറ്റവും നമ്മളെ കൊണ്ട് കഴിയുന്ന. ഒരുപാട് എക്സ്പെൻസീവായ, ഒരുപാട് ക്യാഷ് കൂടിയതിലേക്കൊക്കെ നമുക്ക് പോകാൻ പലപ്പോഴും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ കല്ലുപ്പ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപ്പാണ് കല്ലുപ്പ്. പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇന്ദുപ്പ്, അതായത് പിങ്ക് സോൾട്ട്, പിങ്ക് കളറിലുള്ള ഉപ്പുണ്ട്. അത് യഥാർത്ഥത്തിൽ കടലിൽ നിന്ന് എടുക്കുന്നതല്ല, അത് ഹിമാലയൻ മലനിരകളിൽ നിന്നും പൊടിച്ചെടുക്കുന്ന, കല്ലുകൾ പൊടിച്ചെടുക്കുന്ന ഉപ്പാണ് ഈ പിങ്ക് കളറിലുള്ള സോൾട്ട്. ഈ ഉപ്പ് എന്ന് പറയുന്ന ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് നൽകുന്ന ഉപ്പാണ് ഇന്ദുപ്പ്. അത് യഥാർത്ഥത്തിൽ ഈ തിബ്ബുൻ നബവിയുടെ പ്രവാചക വൈദ്യത്തിൻ്റെ വിജ്ഞാനമുള്ള ഉസ്താദുമാർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നവരൊക്കെ സാധാരണ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എന്തിന്? ഈ റോക്ക് സാൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഈ പിങ്ക് സോൾട്ട്. അത് തീർച്ചയായിട്ടും ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് ആയുർവേദത്തിൻ്റെ പല ഡോക്ടേഴ്സും അല്ലെങ്കിൽ വൈദ്യന്മാരും നമ്മളോട് പല കാര്യത്തിനും നിർദ്ദേശിക്കുന്ന ഒരു ഉപ്പാണ് ഈ ഇന്ദുപ്പ് എന്ന് പറയുന്നത്. അതും ഒരുപാട് ബെനിഫിറ്റുകൾ, ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഉപ്പാണ് എന്ന് ഡോക്ടർമാരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത് നല്ല പൊടിയുപ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സഹോദരിമാർക്ക് എളുപ്പമാവും. ഇപ്പോൾ സാധാരണ പൊടിയുപ്പ് നല്ല സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അളവറിയാം. പക്ഷെ അത് കല്ലുപ്പാക്കാൻ പറയുമ്പോൾ ഉമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ പിന്നെ ആശങ്കപ്പെടും. പലപ്പോഴും അളവറിയില്ല, അത് പൊടിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടും. ഈ പിങ്ക് സോൾട്ട് പൊടിച്ച് തന്നെ നല്ല മനോഹരമായിട്ട് പൊടിയുപ്പ് പോലെ വരുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റും. അതിൽ വില നമ്മൾ നോക്കേണ്ടതില്ല. ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചുമ്മാ പുറമെ പുരട്ടാനാണെങ്കിൽ ഇത്ര ഗൗരവത്തിന് ഞാൻ പറയില്ല, ചുമ്മാ കഴുകി കളയാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഉള്ളിലേക്ക് വിടാനുള്ളത് കൊണ്ട് വളരെ മൂല്യമാണ്. അതിനകത്ത് വിലയും സെറ്റപ്പ് ഒന്നും നമ്മൾ കുറയ്ക്കാൻ പാടില്ല, നല്ലത് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ ഒരു 10 രൂപ കൂടുതലായി അല്ലെങ്കിൽ 40 രൂപ കൂടുതലായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ 40,000 നമ്മൾ ചെലവഴിച്ച് പുറകെ നടന്ന് ഇടങ്ങേറായി പണിയും ജോലിയൊക്കെ കളഞ്ഞ് കഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഫുഡിൽ ചേർക്കുന്ന ഐറ്റംസുകൾ അത് ഏറ്റവും മനോഹരമാകണം. ഹലാലായാൽ പോരാ, ഹറാമൊന്നും അല്ലല്ലോ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഹലാലായാൽ പോരാ, ഹലാലൻ ത്വയ്യിബ, നല്ല പ്യൂർ സാധനമായിരിക്കണം, നമ്പർ 1 ആയിരിക്കണം നിങ്ങളുടെ ഭക്ഷണം എന്നാണ് ഖുർആൻ പറയുന്നത്. അതങ്ങനെ തന്നെ ആകുകയും വേണം. അതുകൊണ്ട് ഈ പിങ്ക് സോൾട്ടിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഡോക്ടർമാർ പറയുന്നുണ്ട്. അത് ഔഷധ മൂല്യമുള്ള ഉപ്പാണ്. അതേപോലെ തന്നെ ടെൻഷൻ മാറാൻ, ഉറക്കത്തിൻ്റെ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഈ പിങ്ക് സോൾട്ട് ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നു. അതേപോലെ തന്നെ സെറട്ടോണിക് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, നമുക്ക് മനസ്സിനൊരു റാഹത്ത് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ. ആ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അത് പ്രൊഡ്യൂസ് ചെയ്യും, അത് ഉൽപ്പാദിപ്പിക്കും ഈ പിങ്ക് സോൾട്ട് കഴിക്കുന്നതിലൂടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ വലിയൊരു ബെനിഫിറ്റ്, ഈ പിങ്ക് സോൾട്ടിൻ്റെ വലിയൊരു ബെനിഫിറ്റ്, പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ BP, ഷുഗർ ഉള്ള ആളുകൾക്ക് അത് നോർമലാക്കാൻ വരെ ഈ ഉപ്പിന് കഴിയും. സാധാരണ ഉപ്പ് നമ്മൾ തൊടാൻ പാടില്ല, ഉപ്പ് പറ്റില്ല, ഉപ്പില്ലാത്ത കഞ്ഞിയാകണം. കാരണം എന്താ? BPയുടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പോലും ചെറിയ അളവിൽ, ശരീരത്തിന് നമുക്ക് കഴിയുന്ന അളവിൽ ഈ പിങ്ക് സോൾട്ട് കഴിക്കുന്നതിലൂടെ BP പോലും നോർമലാക്കാൻ കഴിയും. അപ്പോൾ ഔഷധവീര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഔഷധവീര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പിങ്ക് സോൾട്ടിലുള്ള മറ്റൊരു കാര്യം, അയഡിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്. അയഡിൻ്റെ കണ്ടൻറ്റ്, അപ്പോൾ നിത്യമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഈ പിങ്ക് സോൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം അയഡിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ പറയാണ്, രോഗികളുമല്ലാത്തവർക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, മാന്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന, ഏത് പാവപ്പെട്ടവന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപ്പാണ് ഈ കടലുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന സാധനം. അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. എന്ത് വേണമെന്നറിയോ? ഞാൻ എൻ്റെ നെഫ്സിനോട് പറയുമ്പോൾ നിങ്ങളോട് പറയാൻ, പൊടിയുപ്പ്, സാധാരണ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പൊടിയുപ്പ് അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പൊടിയുപ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മൊത്തമായിട്ടുണ്ട് മാറ്റിവെക്കുക.
ഇനി വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പൊടിയുപ്പ് ഞാൻ കയറ്റില്ല എന്നൊരു തീരുമാനം എടുത്താൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെ അനുഭവിച്ച് കാണാം. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 100,000 രോഗങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ അത് മാറിപ്പോയി ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് വരും. നമുക്ക് സ്വന്തം എക്സ്പീരിയൻസ് അനുഭവിച്ചറിയാം. കാരണം ഈ പൊടിയുപ്പിലേക്കൊക്കെ കയറി വരുന്ന പ്രശ്നം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, അയഡിൻ്റെ കണ്ടൻറ്റ് അത് ശരീരത്തിന് ആവശ്യമാണ്, ഹെൽത്തിന് ആവശ്യമാണ്. അയഡിൻ്റെ കണ്ടൻറ്റ് വേണം, പക്ഷേ അത് നാച്ചുറൽ അയഡിൻ്റെ കണ്ടൻ്റ് അല്ല. പിന്നെയോ കെമിക്കൽ അയഡിൻ്റെ കണ്ടൻറ്റ് ഈ പൊടിയുപ്പിലേക്കൊക്കെ ചേരുമ്പോൾ വലിയ പ്രശ്നമാകും, വലിയ പ്രയാസമാകും. കാരണം അത് റിഫൈൻ ചെയ്യുമ്പോൾ, അത് ശുദ്ധീകരിക്കുമ്പോൾ നാച്ചുറൽ അയഡിൻ്റെ കണ്ടൻറ്റ് ആ ഉപ്പിൽ നിന്ന് പോകും. പിന്നെ കെമിക്കൽ അയഡിൻ്റെ കണ്ടൻറ്റ് ചേർക്കേണ്ടി വരും. അത് ശരീരത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത അവസ്ഥയിലേക്കൊക്കെ വരും. എത്രയോ ഉമ്മമാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഉമ്മമാർ, അവരുടെ അനുഭവം ഇതേപോലെ ഒരു ശൈലി മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ പൊടിയുപ്പ് നമ്മുടെ അടുക്കളയിൽ ഞങ്ങളുടെ ഒഴിവാക്കി, എന്നിട്ട് കല്ലുപ്പാക്കി. തൈറോയിഡിൻ്റെ പ്രശ്നം മാറി, വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരാണ്, ഡിസോർഡറാണ്, തൈറോയിഡിൻ്റെ ഫങ്ഷൻ വേരിയേഷനാണ്. പക്ഷെ അതൊക്കെ റാഹത്തായി, സന്തോഷകരമായി എന്ന് ഒരുപാട് പേരുടെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ പൊടിയുപ്പായി വരുന്ന ഈ റിഫൈൻഡ് സാൾട്ട് അല്ലെങ്കിൽ ഈ ശുദ്ധീകരിച്ചെടുക്കുന്ന ഉപ്പ്, അയഡിൻ്റെ കണ്ടൻറ്റ് കൃത്രിമമായി ചേർക്കുന്ന ഉപ്പ് നമ്മൾ പാടെ മാറ്റുക. എന്നിട്ട് നാച്ചുറൽ അയഡിൻ്റെ കണ്ടൻറ്റുള്ള ഈ കല്ലുപ്പ്, അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളല്ലാതെ ദോഷങ്ങൾ നൽകില്ല. പക്ഷേ അളവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പലവട്ടം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, അതിനിടയിൽ വറവരി കഴിക്കുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഒരു കാരണവശാലും കൂടാൻ പാടില്ല. അളവ് 4 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാം അതിൻ്റെ മുകളിൽ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ രോഗിയാവും. നമുക്ക് 40 വയസ്സ് കഴിഞ്ഞാലും റാഹത്തായിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടക്കാൻ പറ്റുന്ന, നമ്മളെ വേറൊരാൾ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വന്നിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കണം. ഒരു 60, 70, 80 കാലഘട്ടങ്ങളിൽ അവിടെ മുതലാണ് ഈ പൊടിയുപ്പിൻ്റെ കൂടുതൽ ഉപയോഗം അല്ലെങ്കിൽ കൂടുതൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരവസ്ഥ കയറി വന്ന്. അതിനു മുമ്പൊക്കെ നമ്മൾ സാധാരണ കടലുപ്പ്, കല്ലുപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പിങ്ക് സോൾട്ട്, അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്ദുപ്പ് ഒരുപാട് ഫലങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ തുടക്കമൊടുക്കം അത് ഉപ്പ് കൊണ്ടാകുക. അത് സുന്നത്താണെന്ന് കരുതിയിട്ട് ചെയ്യുക. കൂലി കിട്ടും. 330 രോഗങ്ങൾ, 70 മഹാരോഗങ്ങൾ ഇതെല്ലാം അള്ളാഹു തടഞ്ഞു വെക്കും. സുന്നത്താണെന്ന് കരുതി കൃത്യമായിട്ട് ചെയ്യുക. അതിന് ഉപയോഗിക്കേണ്ട ഉപ്പ് കല്ലുപ്പാണ്. അത് പൊടിച്ചു വെക്കുക. അല്ലാതെയോ ജസ്റ്റ് ഒന്ന് തൊട്ട് ടേസ്റ്റ് അറിഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ജസ്റ്റ് ഒന്ന് തൊട്ട് അതിൻ്റെ ടേസ്റ്റ് നാവിലേക്ക് അറിയിച്ചു കൊടുക്കുക. ഒരുപാട് സന്തോഷം, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ ലൈഫ് മാറി മറിയാൻ ഈ ഒരു സുന്നത്ത് കൊണ്ട് പറ്റും എന്ന് മനസ്സിലാക്കുക. കഴിയുന്നിടത്തോളം പൊടിയുപ്പ് ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും അടുക്കളയിൽ നിന്നും ഒന്നാട് മാറ്റിവെക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗുണഗതികൾ കിട്ടുന്ന, ഒരിക്കലും കൃത്രിമപരമായി അയഡിൻ ചേർക്കാത്ത നാച്ചുറൽ അയഡിനുള്ള ഈ കല്ലുപ്പ് പരമാവധി ഡിപ്പെൻഡ് ചെയ്യുക. കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവരെ പിങ്ക് സോൾട്ട് ഉപയോഗിക്കുന്നിടത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അളവ് ഒരിക്കലും കൂടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. കറിയിലൊക്കെ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉമ്മമാർ കൈകാര്യം ചെയ്യാൻ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് സാധാരണ ചൊല്ലുണ്ടല്ലോ. അത് ഉപ്പ് കൂടുതൽ കഴിച്ചാൽ പിന്നെ ശരീരത്തിൻ്റെ ജലാംശങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കൂടുതൽ ദാഹം ഉണ്ടാവും. നമ്മൾ പറയില്ലേ, ഭയങ്കര ദാഹമുണ്ട്, നേരത്തെ കഴിച്ച ആ വറപുരി സ്നാക്സ് അല്ലെങ്കിൽ ആ ഫുഡ് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു, ഭയങ്കര ദാഹമുണ്ട്, വെള്ളത്തിൻ്റെ ജലാംശം നീക്കിക്കളയും. ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മുടെ ദാഹം മാത്രമല്ല, അവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അളവ് വിട്ട് കഴിച്ചാൽ വെള്ളം കുടിക്കേണ്ടി വരും ജീവിതത്തിൽ. അതുകൊണ്ട് അളവ് കൃത്യമാകണം. ഈ സുന്നത്തിൻ്റെ ശൈലി കൃത്യമാക്കണം. നമ്മുടെ തിന്മേശയിൽ ഈ സുന്നത്തുകൾ ഹയാത്താകണം. ഒരുപാട് കുടുംബങ്ങളിൽ ഭക്ഷണ തളികകളിൽ അല്ലെങ്കിൽ ഭക്ഷണ സുപ്രകളിൽ മരിച്ചു കിടക്കുന്ന സുന്നത്താണ് ഈ ഒരു സുന്നത്ത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നല്ലൊരു അമലാക്കട്ടെ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ആരോഗ്യമുള്ള ഒരു നല്ലൊരു പഠനമാക്കി അള്ളാഹു നമ്മുടെ ഈ പഠനത്തെ മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്
ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله